യൂത്ത് കോൺഗ്രസിനെതിരായ PJ കുര്യന്റെ വിമർശനത്തിൽ കോൺഗ്രസിൽ കൂട്ടയടി. വിമർശനം ഏറ്റുപിടിക്കാൻ തയ്യാറാകാതിരുന്ന KPCC അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് ശക്തമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസിന് വേണ്ടി സതുദ്ദേശത്തോടെയാണ് നിർദ്ദേശം നൽകിയതെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും PJ കുര്യൻ പ്രതികരിച്ചു. കുര്യനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിൽ നിന്ന് പ്രതികരണങ്ങൾ വന്നു. ആദ്യം RDX റാപ്പ് കാണാം. യൂത്ത് കോൺഗ്രസിനെതിരായ പ്രസ്താവനയിൽ വിമർശനം കടുക്കുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് PJ കുര്യൻ. പാർട്ടിയെയും സംഘടനയെയും ശക്തിപ്പെടുത്താൻ സതുദ്ദേശത്തോടെ നൽകിയ നിർദ്ദേശമാണെന്ന് കുര്യൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എല്ലാ പഞ്ചായത്തുകളിലും യൂത്ത് കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കണമെന്ന ആവശ്യം PJ കുര്യൻ ഇന്നും ഉന്നയിച്ചു. വിമർശനം പൂർണ്ണമായും ഏറ്റുപിടിക്കാതെയായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കിയ സണ്ണി ജോസഫ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കുന്നതിൽ തെറ്റില്ലെന്നും പറഞ്ഞു. അതിനിടെ കുര്യന് പിന്തുണയുമായി രമേശ് ചെന്നിത്തല എത്തി. പക്ഷേ വിമർശനം തള്ളുകയാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം സ്തുത്യർഹമെന്ന് ഷാനിമോൾ ഉസ്മാൻ. PJ കുര്യൻ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുന്നുവെന്നും എന്നാൽ തീക്ഷ്ണമായ സമരങ്ങൾ കാണണമെന്നും യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ പറഞ്ഞു. KSU സമരം കാണാൻ PJ കുര്യനെ ക്ഷണിച്ചുള്ള പരിഹാസ ഭാഷയിലെ കുറിപ്പാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വിവാദമായ പ്രസ്താവനകളും തുടർ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രതികരണങ്ങളും നമുക്ക് ഒന്ന് വിശദമായിട്ട് കാണാം. KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും വേദിയിലിരുത്തിയായിരുന്നു SFIയുടെ സർവകലാശാല സമരത്തെ പുകഴ്ത്തി PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചത്. അത് കാണാം. മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോ മണ്ഡലത്തിലും പോയി, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ക്യാമ്പയിനൊക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിച്ച് എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. കുടുംബസംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാർ കുറവായിരിക്കും, പക്ഷേ ആ കുറവ് തെരുവിലുണ്ടാകില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ വേദിയിൽ തന്നെ മറുപടി പറഞ്ഞിരുന്നു. അതിലേക്ക് ശ്രീ കുര്യൻ സാറ് സംസാരമധ്യേ എന്നോട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ, സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസ വഹിക്കുന്നു. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. കുര്യൻ പറഞ്ഞത് കുറ്റപ്പെടുത്തലല്ല എന്നും കോൺഗ്രസ് കൂടുതൽ സജീവമാകണമെന്ന് ഓർമ്മപ്പെടുത്തലാണെന്നും രമേശ് ചെന്നിത്തല ഇന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്ന് പറഞ്ഞു. അല്ല, കുര്യൻ സാറ് ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി PJ കുര്യൻ ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് വളരെ വിശദമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം, എങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. നമുക്ക് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. കുര്യനെതിരെ യൂത്തിന്റെ രോഷം വലിയ തോതിൽ പ്രകടിപ്പിക്കപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വീണ്ടും TV-യിൽ കാണിച്ച് കണ്ണുള്ളവർ കാണട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് തൊട്ടു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടോ മറ്റോ പറഞ്ഞു. കോംപ്ലക്സുമായി ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കരുതെന്ന് P. ദുൽകിഫൽ യൂത്തിന്റെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, കുര്യൻ സാർ വിളി എന്ന വിളി അർഹിക്കുന്നില്ല എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജിതിൻ G. നൈനാൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് മിസ്റ്റർ പെരുന്തച്ചൻ കുര്യൻ സാറേ എന്ന് വിളിച്ച് KSU ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദവും പരിഹാസവും മറ്റുമൊക്കെയായിട്ട് ഒരു പ്രതികരണവുമായിട്ട് രംഗത്തെത്തി.
ദാനം കൊടുത്തില്ലെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരെ പട്ടിയെ വിട്ട് കടുപ്പിക്കരുതെന്ന് KC ജോസഫ് പറഞ്ഞു. പ്രതികരണമായിട്ട് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും യാഥാർത്ഥ്യബോധമില്ലാത്ത വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞതിലുണ്ട്. കഴിഞ്ഞ 9 വർഷമായി യൂത്ത് കോൺഗ്രസും KSUവും സമരമുഖത്തുണ്ട് എന്ന് ആ മുതിർന്ന നേതാവ് പിന്തുണ കൊടുത്തു. SFIയെ പുകഴ്ത്തുന്നവർ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല എന്നും KC ജോസഫ് ചോദിച്ചു. രാഷ്ട്രീയ നാൾ വഴി നമ്മൾ PJ കുര്യനെ പരിശോധിച്ചാൽ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവാണ്. നരസിംഹറാവു സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു PJ കുര്യൻ എന്ന് നമുക്കറിയാം. 6 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. 6 തവണ ലോക്സഭാ അംഗമായിരുന്നു. 1980, 89, 91, 96, 98 എന്നീ വർഷങ്ങളിൽ മാവേലിക്കരയിൽ നിന്നാണ് MP ആയി അദ്ദേഹം പോയത്. 1984 ഇടുക്കിയിൽ നിന്ന് ജയിച്ചു. 1999 പരാജയപ്പെട്ടു. 2005 മുതൽ 2018 വരെ രാജ്യസഭാ അംഗമായിരുന്നു PJ കുര്യൻ എന്ന് നമുക്കറിയാം. 1988, 99 കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പ് എന്ന പദവി കൂടെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് ഫിസിക്സ് പ്രൊഫസറായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് PJ കുര്യൻ. ഇതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. നമുക്ക് സമീപകാലത്ത് കോൺഗ്രസ് വന്ന വലിയൊരു ചർച്ചയായിട്ട് തന്നെ നമ്മളതിനെ കാണണം. ഇതിനകത്ത് PJ കുര്യന് ഈ കാര്യം പറയാനുള്ള സീനിയോറിറ്റി ഉണ്ട്. ആ നിലക്കത് കാണണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. യഥാർത്ഥത്തിൽ എൻ്റെ തോന്നൽ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് ശരി എന്നാണ്. ഹർഷൻ എന്താ തോന്നുന്നത്? ഇതിലാകെപ്പാടെ ഒറ്റ പ്രശ്നമേ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ PJ കുര്യൻ പറഞ്ഞ കാര്യങ്ങൾ അത് കോൺഗ്രസിൽ പൊതുവെ ചർച്ചയുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ വലിയ വിമർശനം PJ കുര്യനെതിരെ ഉന്നയിക്കുന്ന നേതാക്കൾക്ക് പോലും അഭിപ്രായമുള്ള പ്രശ്നം തന്നെയാണിത്. അവർക്കുള്ളിൽ ആഭ്യന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ പ്രശ്നം അവിടെ ഒരു കമ്പാരിസൺ PJ കുര്യൻ നടത്തി. SFIയുടെ സമരത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ വേദിയിൽ സംസാരിച്ചത്. അതൊരു പൊതുവേദി എന്ന് ആ നിലയ്ക്ക് മറ്റെല്ലാവരും പങ്കെടുക്കുന്ന വേദിയൊന്നുമല്ല, കോൺഗ്രസിൻ്റെ നേതൃസംഗമമായിരുന്നു. സ്വാഭാവികമായും ഇത്തരം വിമർശനങ്ങളും ഇത്തരം ചർച്ചകളും ഒക്കെ തന്നെയാണ് നേതൃസംഗമ വേദിയിൽ ഉണ്ടാവുക. ആ നിലയ്ക്ക് ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് PJ കുര്യൻ അവിടെ തുടക്കമിട്ടത്. മാത്രമല്ല, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഓഡിയോ, അതായത് എന്താണ് ഇത്, സംഘടനയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സതുദ്ദേശത്തോടെയുള്ള ഒരു സമീപനമാണ് PJ കുര്യൻ്റേതെന്ന് കാണുന്നില്ല, അങ്ങനെ കാണാൻ മനസ്സില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പക്ഷെ അതായത് അതിന് കാരണമായി പറയുന്നത് ഇത്രയും ക്യാമറകളും ഒക്കെയുള്ള ചാനലുകളുള്ള സമയത്ത് അങ്ങനെ പരാമർശിക്കേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷെ ഞാൻ നമ്മുടെ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിച്ചു. പക്ഷേ ഇതൊരു ഫോണിൽ കിട്ടിയ വിഷ്വൽസാണ്, ആ വിഷ്വലാണിത്. അതാണ് എല്ലാവരും കൊടുത്തത്. മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് കാരണമുണ്ട്. സണ്ണി ജോസഫ് അവിടെ ആദ്യം സംസാരിച്ചിറങ്ങിപ്പോയപ്പോൾ സണ്ണി ജോസഫിൻ്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ കൂടെ എല്ലാവരും പോയി. മാത്രമല്ല, ഇതിൻ്റെ ബാക്കി മുഴുവൻ കവർ ചെയ്യുന്ന ഒരു രീതിയൊന്നും ഇല്ലല്ലോ. അവിടെ പ്രസിഡന്റ് വന്നു സംസാരിച്ചു, അത് പോയി. പക്ഷേ ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പരാമർശം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാധ്യമങ്ങളിൽ അറിയുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ കമ്പാരിസൺ വന്നത് മാത്രമാണ് ഇതിനകത്തൊരു പ്രശ്നമായി മാറിയത്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും രോഷം കൊള്ളുന്നത്. സ്വാഭാവികമാണത്. ഇപ്പോൾ DYFIയുടെ വേദിയിൽ ഒരു നേതാവ് നിന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ട് പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കൊള്ളും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വിമർശനം വസ്തുതാപരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് രണ്ടാമത് ഇന്ന് പറയുമ്പോൾ കുറെ കൂടി യുക്തിസഹമായി അതിനെ കണക്ക് വെച്ച് തന്നെ PJ കുര്യൻ പറയുന്നുണ്ട്. ആർക്കും അത് ശ്രദ്ധിക്കാൻ നേരമില്ല. കാരണം എല്ലാവരും PJ കുര്യനെ ചീത്ത വിളിക്കുന്നതിൻ്റെ തിരക്കിലായി പോയതുകൊണ്ടും പിന്നെ സോഷ്യൽ മീഡിയയാണ് ഇതിൻ്റെയൊക്കെ ഒരു മേഖല എന്നുള്ളത് കൊണ്ടും അതിൻ്റെ ബഹളത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇതിനകത്ത് ആഭ്യന്തരമായിട്ടുള്ള വിമർശനം എന്താണ്? സോഷ്യൽ മീഡിയയിലെ ഈ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 2 ടേമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർ വരുന്നു. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി ഉണർത്താൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. സനീഷ്, ഈ യങ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഇവർ തുടങ്ങി വെച്ചു. നല്ല ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അതായത് എല്ലാ ആളുകളെയും എല്ലാ മണ്ഡലങ്ങളിലും സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. സംഘടന മാത്രം ചർച്ച ചെയ്യുക. സാധാരണ ഇത്തരം പരിപാടികളിലൊക്കെ ഘോരം ദീർഘം സംസാരിക്കുക, പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനപ്പുറത്ത് സംഘടന എന്നതിലേക്ക് ഇറങ്ങിച്ചെന്ന ആ ചർച്ചയിലേക്ക് പോകുക സാധാരണ ഇത്തരം വേദികളിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് യൂത്ത് കോൺഗ്രസ് ഇത്തവണ കൃത്യമായി തീരുമാനിച്ചു. ആ നിലയ്ക്ക് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പിന്നെ ഇലക്ഷന് പുറകെ പോയി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. സംഗതി അങ്ങനെ വേറൊരു വഴിക്ക് പോകുന്നു. പിന്നീട് ഇത് നടന്നിട്ടില്ല. അവിടുന്ന് മുന്നോട്ട്, അതായത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഈ പരിപാടി നടന്നിട്ടില്ല. അങ്ങനെയല്ലല്ലോ. അതായത് യൂത്ത് കോൺഗ്രസ് മറ്റേ ഫണ്ട് പിരിവ് നടത്തിയതുപോലെ പകുതിക്ക് വെച്ച് നിന്നു. വയനാട്ടിൽ ഫണ്ട് പിരിവ് നടത്തിയത് ബാക്കി കൂടി തീർക്കണമല്ലോ, അത് നടന്നിട്ടില്ല. ഇത് സ്വാഭാവികമായും വിമർശനം ഉയരുമല്ലോ. കോൺഗ്രസിനുള്ളിൽ തന്നെ, യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനം വരും. ആ വിമർശനമാണ് PJ കുര്യൻ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ്? സംഘടനയെ ആ നിലയ്ക്ക് കരുത്തു എല്ലായിടത്തും മുകളിൽ മുതൽ താഴെ വരെ എല്ലാ ഘടകങ്ങളിലും പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ ഒരു സംവിധാനമായി അത് പ്രവർത്തിക്കുന്നില്ല. അതായത് മറ്റു ഭാരവാഹികളില്ല.
ജനറൽ സെക്രട്ടറിമാരും മറ്റു ഭാരവാഹികളും ഒക്കെ ആ നിലയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വേണ്ടേ? അങ്ങനെ തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ടൈമിലും ഉണ്ടായിരുന്ന വിമർശനമാണ് ഷാഫിയുടെ സമയത്തും. ഇതേ വിമർശനങ്ങളെല്ലാം ഷാഫിയുടെ സമയത്തും കോൺഗ്രസിനുള്ളിലുണ്ട് കേട്ടോ, പുറത്തേക്ക് ഈ രീതിയിൽ ഇങ്ങനെ വരുന്നില്ല എന്നേ ഉള്ളൂ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം MLA ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചുകൂടെ എന്നുള്ള ചോദ്യം. സാധാരണ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാൾ പ്രസിഡന്റ്, രണ്ടാമത്തെ ആൾ വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ പുതിയൊരു തെരഞ്ഞെടുപ്പ് ഇപ്പം നടത്തേണ്ട സാഹചര്യമൊന്നുമില്ല തൽക്കാലം. അതുകൊണ്ട് അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. മാത്രമല്ല, ഈ തൊട്ട് മുമ്പ് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവം കൂടെ നിലനിൽക്കുകയാണ്. അതൊന്നും പൊങ്ങി വരാതിരുന്നത് എന്താണ്? വലിയ ചർച്ചയാവാതിരുന്നത് ഇവിടെ തുടർച്ചയായി പ്രതിപക്ഷത്താണ്, 9ാം വർഷവും ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു ഭിന്നതയ്ക്കും വഴിയില്ല. അതിനപ്പുറം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള അണികളുടെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് പോകുന്നത്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ്, ഈ സംഘടനയെ കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു തെരഞ്ഞെടുപ്പില്ല. ഇപ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്ത്രപരമായി പലരും പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അബിൻ വർക്ക് ഇപ്പോഴും പ്രസിഡന്റ് ആവാതെ ഇരിക്കുന്നത് എന്നുള്ള വാസ്തവം കൂടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കമ്പാരിസൺ കൂടി നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതായത് മഹിളാ കോൺഗ്രസ് അപ്പുറത്തുണ്ട്. മഹിളാ കോൺഗ്രസ് ഇത്ര ഗംഭീരമായിട്ടാണ് അവരുടെ സംഘടനയെ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, ഇപ്പോൾ അതിനുശേഷം ഏതാണ് നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, അവിടെയൊക്കെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായി എണ്ണപ്പെട്ട പ്രവർത്തനമാണ് അവർ നടത്തിയത്. അവരുടെ സംഘടന ആ നിലയ്ക്ക് നടത്തി. അവർ കേന്ദ്രീകൃതമായ പരിപാടികൾ എല്ലായിടത്തും സംഘടിപ്പിക്കുന്നു. അത് ഇപ്പുറത്തുണ്ടാകുന്നില്ല. KSUവിൻ്റെ കാര്യം കൂടെ ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞു നിർത്താം. KSUവിൻ്റെ വലിയ വിജയത്തെക്കുറിച്ച് പലരും ഈ സമയത്ത് പറഞ്ഞു കേട്ടു. അതായത് ഇപ്പോൾ ഒറ്റയടിക്ക് താരതമ്യം എടുത്തു പറയുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ എടുത്തു പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ, അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ KSU ഉഗ്രം പ്രകടനം നടത്തി കണ്ടില്ലെന്ന്. സത്യത്തിൽ ആരാണ് അവിടെ പിടിച്ചു നിർത്തുന്നത്? ഈ സംവിധാനത്തെ UDSFനെ പിടിച്ചു നിർത്തുന്നത് MSF ആണ്. അതായത് അവിടെ ഇപ്പോൾ വലിയ വിവാദം, ഇന്നിപ്പോൾ ഒരു വിവാദം. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ പറഞ്ഞത്. കാരണം ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ തവണ ഷാഫിയുടെയൊക്കെ മധ്യസ്ഥതയിൽ അവിടെ ചെയർമാൻ സ്ഥാനം KSUവിന് കൊടുത്തു, എന്നിട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനം MSF എടുത്തു. ഇത്തവണ ചെയർമാൻ സ്ഥാനം കൊടുക്കും എന്നാണ് പറഞ്ഞത് MSFനോട്. അത് പക്ഷേ ആ കാര്യത്തിൽ ഇവർ തീരുമാനം എടുക്കുന്നില്ല. അത് മാത്രമല്ല, സ്വതന്ത്രമായി പോവുകയാണ്. അതായത് ഒറ്റ കണക്കൂടെ പറയാൻ സാധിച്ചു, MSFന് 200 UUC-മാരുണ്ട്, KSUവിന് 45 UUC-മാരാണ് അവിടെയുള്ളത് കാലിക്കറ്റ് സർവകലാശാലയിൽ. അപ്പോൾ അതാണ് ഈ കണക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേനി പറഞ്ഞുകൊണ്ട് ഇത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് PJ കുര്യനോട് പറഞ്ഞാൽ PJ കുര്യൻ ഈ സംഘടനയെക്കുറിച്ച് അറിയാവുന്ന ആളല്ലേ. അതാണ് അത് ഇതിനകത്തൊരു പ്രശ്നമുള്ളത്. എനിക്ക് തോന്നുന്നത്, അതായത് മുതിർന്ന നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇതിപ്പോൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനകത്ത് അതുണ്ട്. അതായത് കുടുംബയോഗത്തിൽ ആളില്ലെങ്കിലും തെരുവിൽ ആളുണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് നമ്മൾ ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ തെരുവിൽ നടക്കുന്ന സമരങ്ങളിൽ ഇപ്പോൾ നിറയെ ആളുണ്ട്. അതൊരു വസ്തുതയാണ്. നല്ല ആവേശം ഉണ്ടാകുന്ന KSU പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒരു സാന്നിധ്യം ക്യാമറകൾക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ ആളുകൾ പഞ്ചായത്തിൽ ഉണ്ടാകണമെന്നാണ് PJ കുര്യൻ പറഞ്ഞത്. പഞ്ചായത്തുകളില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ആളുണ്ടാവില്ല. അതായത് നഗര കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഈ സമരം നടത്താൻ വേണ്ടി മാത്രമല്ല, ഗ്രൗണ്ടിൽ ആളില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഓടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിജയം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള നല്ല പരിചയമുള്ളൊരു നേതാവിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ചൂണ്ടിക്കാട്ടലായിട്ട് വേണം അത് യൂത്ത് കോൺഗ്രസ് എടുക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ജനരോഷം ഉയർത്താനാവുന്ന പല വിഷയങ്ങളിലും അവർ അതിന് ശ്രമിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ പ്രധാന യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ്സാണ് അവരുടെ സമരമുഖങ്ങൾ ഏറെയും ഏറ്റെടുത്തത്. എന്നാൽ അതിനിടയിൽ ഉയരുന്ന ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പ്രവർത്തകർക്കിടയിൽ ഉറപ്പായും ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് RDXന്റെ അഭിപ്രായം. എന്നാൽ വിശാലമായ ജനാധിപത്യ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വിമർശനങ്ങൾ തുറന്നു പറയാം എന്നാണല്ലോ കോൺഗ്രസിന്റെ പക്ഷം. അപ്പോൾ ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളേണ്ടതുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസും സ്വയം വിലയിരുത്തട്ടെ. സംഘടന മോശമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഇത്രനാൾ പാർട്ടിയെ നയിച്ചവരാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നവർ അംഗീകരിക്കുമോ എന്ന പുതുതലമുറയുടെ മറുചോദ്യവും ന്യായമാണ്. ഇടവേളയിലേക്ക്.